ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും വന്നു. ഞാൻ ഒരു 40 മിനിറ്റിൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചു, പക്ഷെ അത്രയൊന്നും എഡിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. എക്സ്ട്രീംലി സോറി. എന്തായാലും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കമൻറ്റ് വായിച്ചു തരണം. കട്ട വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാർട്ട് തന്നിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. പിന്നെ നൈസ് വർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച് ഗൈസ്. പിന്നെ നൈസ് ഡാ എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. സൂപ്പർ ഡാ. ലാസ്റ്റ് എന്താ കുക്കു ജോയ് എന്ന് വിളിച്ചത് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജോനെ കണ്ടിട്ടുണ്ട്. ജോ അതിൻ്റെ റീസൺ എന്താണെന്ന് ഈ എപ്പിസോഡിൽ നിങ്ങളറിയാം. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ ലാസ്റ്റ് ജോ വരുന്നുണ്ട്. അടുത്തായിട്ട് അടിപൊളി ചേച്ചിക്കുട്ടി വെയിറ്റിംഗ് ഫോർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഹാർട്ടിൻ്റെ ഇക്കാലത്ത് നമ്മൾ സ്വീകരിക്കുന്നു. പിന്നെ സൂപ്പർ എപ്പിസോഡ് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് പർപ്പിൾ ഹാർട്ട്, താങ്ക് യു സോ മച്ച്. പിന്നെ വെയിറ്റിംഗ് ആണെന്ന് പറയുന്ന ഒരു വൈറ്റ് ഹാർട്ട് ബട്ടർഫ്ലൈ പറക്കുമില്ലെന്ന് നമുക്ക് കണ്ടറിയാം. അതിന് മാത്രം സെൻസ് ഒന്നുമില്ല, അതൊക്കെ അടുത്ത എപ്പിസോഡിലേ വരുള്ളൂ. പിന്നെ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് അടിച്ചത് സെക്കൻഡ് പേഴ്സൺ ആൻഡ് സൂപ്പർ ഹാപ്പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് അടിച്ച വ്യക്തി, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റും സെക്കൻഡും. അങ്ങനെയാണ് ഞാൻ തേർഡ്. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു ആർമീസ്. പിന്നെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാം. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇങ്ങനെ മിറക്കോ വിശ്വസിക്കരുതെന്ന്. അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ജീവനം കൊണ്ട് നിന്റെ അടുത്തേക്ക് ഓടി വന്നത് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാടി. പക്ഷെ ഇവിടെ വന്നപ്പോഴറിഞ്ഞ് നീ ഇത്രയ്ക്ക് വൃത്തിയേട്. നിനക്കിവിടെ എത്രമാത്രം മോശപ്പെട്ട പെണ്ണാണെന്ന് അറിയണ്ടേ? ഇത് എന്നെ കെട്ടാൻ തയ്യാറായതടക്കം എന്തിനാ? നിന്റെ ജീവൻ വെച്ചിട്ടട അതിനടക്കം ഞാൻ സമ്മതിപ്പിച്ചേ. നീ എനിക്ക് വേണ്ടി സത്തം പോടക്കൂടാതെ ഇവിടെ കിടന്നു കരച്ചിലും വീഴ്ചലും ഒക്കെ ചെയ്താ ഇവളെ ഞാൻ തട്ടത്തില്ല. കാരണം ഇവളെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടല്ലോ. പക്ഷെ അമ്മ സത്യം, പൊന്നു മോനെ, നിന്നെ ഞാൻ തട്ടും. പിന്നെ നീക്ക് എങ്ങനെ കിട്ടുവിടാ? അതുകൊണ്ട് പൊന്നുമോനെ അണ്ണൻ അങ്ങ് ഉറക്കുക. ഞാൻ അനുസരിക്കുന്നില്ല, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പ്രേമിക്കുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്ത അത്രയും ക്രൂരതയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ഇത്രയും നല്ല കുഞ്ഞാടുകളാണെന്ന്. മിണ്ടിപ്പോയത് നീ. ഇവരെ പോലെ വല്ല അധിപതിയും കാണിക്കാൻ പൊന്നുമോൾക്ക് വല്ല ഭാവം ഉണ്ടെങ്കിൽ ഇപ്പോഴേ മനസ്സിൽ നിന്ന് ഇറക്കി കളഞ്ഞോ. അല്ലെങ്കിൽ വല്ല ഓടവെള്ളത്തിലോ അഴുക്ക് ചല്ലു കിടക്കും ഈ ശരീരം, അതും ജീവനറ്റ്. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് നീയായിട്ട്. ഇത് നാളെയുള്ള വിവാഹ നിശ്ചയം, അത് കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ള കല്യാണം. തയ്യാറായിക്കോ. 6:30 മുഹൂർത്തം. 6 മണിക്ക് ഞാൻ ഇവനെ ഇറക്കി വിടും. ഒരു സെക്കൻഡ് കല്യാണ മണ്ഡപത്തിൽ എത്താൻ വൈകിയ എന്റെ താലി ഇരിക്കും. തന്റെ താലി എന്റെ കഴുത്തിൽ കിടക്കും. പക്ഷെ താനൊന്ന് ഉറപ്പിച്ചു, താൻ അവനെ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മുമ്പ് അവൻ എത്തിയിരിക്കും. പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇവാൻ വർമ്മയ്ക്ക് സാധിച്ചിരിക്കണം. ബിലീവ് ഇൻ ദ ലവ്, ഓവർ കോൺഫിഡൻസ് എന്ത് പറയാനാണല്ലേ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. എന്നാലും നിന്റെ വിശ്വാസം അത് നിന്നെ രക്ഷിക്കട്ടെ. ഒരു സെക്കൻഡ് അവൻ വൈകിയാൽ പോലും സന്തോഷത്തോടെ എൻ്റെ താലി അങ്ങ് സ്വീകരിച്ചേക്കണം. പിന്നെ ഈ കാഴ്ചവട്ടിൽ അടിമയായതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്തായാലും താൻ ചതിച്ചപോലെ അവൻ എന്നെ ചതിക്കാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നമുക്ക് കാണാം ഭാവിയില് ഇമാ ശങ്കർ ഇമാ ജോയിലാവോ, അതോ ഇമാ ശങ്കർ ഇമാ ഇവാനാവോ? കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും പൊന്നുമോൾക്കൊരു ഗുഡ് നൈറ്റ്. നാളെ നല്ല സുന്ദരി കുട്ടിയെ റെഡിയായി അങ്ങ് പോന്നേക്കാം. ഇവനെ അന്തപ്പുരത്തിൽ വെച്ച് എണ്ണം തീർക്കാം.
എന്തേ മോളോട് നീ വേഗം റെഡിയാവാൻ പറയണം കേട്ടോ. അവൾക്ക് ചെറിയ പൂജകളൊക്കെ അവിടെ നടത്താനുണ്ട്. അതെ, അവൾ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ഈ സമയത്ത് ഇത്രയും സമയത്ത് ഉള്ളി ഇതൊക്കെ എത്തിക്കാൻ ഭയങ്കര പാടല്ലേ. അതെ, ഉള്ളതുകൊണ്ട് അവളെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം. ഇനി നടക്കില്ല എന്നറിയാം, എന്നാലും നമുക്കുള്ളത് കൊണ്ട് ഒതുങ്ങി പോവാം. അതെ, എന്തു പറ്റി? നിങ്ങളുടെ പുന്നാരമ്മളെ രാവിലെ, അതായത് പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ കുത്തിയിരിപ്പ. അവളോട് ഒരു ലെഹങ്ക ഏതാ വെച്ച നോക്കി എടുക്കടി പറഞ്ഞ് 4 മുമ്പിൽ കൊടുത്ത അവൾക്ക് വെള്ള തന്നെ വേണം, വെള്ളയിലെ ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ കുത്തിയിരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവളുടെ ഉണക്ക സാധനം. അവളെ കൊണ്ട് അച്ഛന്റെ പൊന്നു കുക്കുവാവേ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഇന്ന് നിന്റെ വിവാഹ നിശ്ചയം, നാളെ നിന്റെ കല്യാണം. ഇത് പ്രമാണിച്ച് നമ്മളെ വിളിച്ച എല്ലാ ആൾക്കാരും വന്നു കഴിഞ്ഞു. നിന്റെ ഓരോരോ ആൾക്കാരെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നീ മാത്രം ഒന്നും എവിടെ എത്തിയിട്ടില്ല. ഇത് നിർത്തും മോളെ, മതിയല്ലോ. നമുക്കിപ്പോ പെട്ടെന്നായതുകൊണ്ട് ഒന്നും അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. നമുക്ക് ഫസ്റ്റ് ഇയർ ആവുമ്പോൾ അടിച്ചു പൊളിച്ചങ്ങ് ആഘോഷിക്കാന്നേ. അതുകൊണ്ട് അച്ഛൻ്റെ കുക്കുവാവ വേഗം പോയി റെഡി ആയിക്കേ. അല്ലെങ്കിൽ ഇത് കാണാൻ മഹാപോറും വൃത്തിയോടായിരിക്കും. അതെ, ഇപ്പൊ എന്തായാലും 5:30 ആയുള്ളൂ. 7:30 മുഹൂർത്തം. ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങളെ വെറുതെ പറ്റിക്കുക. ഞാൻ റെഡിയാക്കി തരാം, എല്ലാം സെറ്റാക്കും ഞാൻ. അതെ, നിങ്ങളെ പുത്രി കുറച്ച് ഗ്രാൻഡായിട്ട് നിൽക്കണ്ടേ. എനിക്ക് സിമ്പിൾ ആവാനാ ഇഷ്ടം. പിന്നെ ഈ ഒരു ലാംഗ്വേജ് ചെറിയൊരു പണി ഉണ്ടെന്ന് വെച്ചോ. നിന്റെ ഇഷ്ടം. അതെ, only 20 minutes. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോ കുളിച്ച് റെഡി ആയിക്കോണം. കുളിക്കണം നീ ആദ്യം. മടിച്ചു പിടിച്ചൊന്നും ഇരുന്നേക്കല്ലേ പ്ലീസ്. നിന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലാതെ പോയി എനിക്ക്. അതെ, എന്തായാലും അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. ശരി, എന്നാ പറയാം. ഞങ്ങളെ മറ്റുള്ളവരെ കൂടെയൊക്കെ ഒന്ന് പോയി ഓടിച്ചു വെട്ടിച്ചും വരാം. பூமி ஒன்று செய்வோமா, இரவொன்று போதும் என்று மகளிடம் சொல்வோமா, பெருவினை ஏறுமிக்காக செய்வோமா, ஏனோ தன்னாரே. Somebody calling me, come down. Do you feel my love? Don't you feel just somebody calling me, come down. My oh my naughty boy, my boy. ബുദ്ധിമുട്ടായിന്നറിയാം, പക്ഷെ എനിക്ക് ഈ ലുക്ക് കിട്ടിയേ പറ്റുന്നു. വല്ലാത്ത നിർബന്ധമുണ്ട്, അത്രയ്ക്ക് അത്യാവശ്യമാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ശങ്കർ, നിങ്ങൾക്ക് ആകെയുള്ള പെൺതരിയെ നോക്കിക്കോളൂ. ജോണി പപ്പി, ജിനി മമ്മി വേഗം വന്ന് കണ്ടോ. ഇതിനകത്ത് അത്രയ്ക്ക് പൊട്ടെ, പിന്നെ ആൾ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. സോ വേഗം വന്ന് കണ്ടിട്ട് വേഗം വെക്കോ. ജൂണിയേട്ടാ, കുക്കുമോൾക്ക് ഇപ്പൊ നൃത്തയുടെ നല്ല ചായയല്ലേ ഈ ഡ്രസ്സ്? ഇത് ഇവൻ അവൾക്ക് മേടിച്ചു കൊടുത്തതല്ലേ, ഓർമ്മയുണ്ടോ? എൻ്റെ പൊന്നു ചെടി, നീ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കല്ലേ. ചായ ഉള്ളതൊക്കെ ശരി തന്നെയാ, പക്ഷെ കുക്കുമോൾ എഴുതി കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നിന്റെ മോനും നമുക്ക് രണ്ടുപേർക്കും ഇത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവുള്ളൂ. ശങ്കറിനും എൻ്റെ അനിയത്തിക്കൊന്നും ഇതിപ്പോഴും മനസ്സിലായിട്ടില്ല. നീ വെറുതെ കുക്കുമോളുടെ മനസ്സുകൂടെ വിഷമിപ്പിക്കണ്ട. ഇനിയിപ്പോൾ ഇതൊന്നും മാറാൻ പറയണ്ട. അവനായിരിക്കുമ്പോൾ ഇത് കണ്ട് നിർത്തിയാണെന്നോ മതി മറന്ന് അങ്ങ് എൻഗേജ്മെൻറ്റും കഴിഞ്ഞോളും. അവന് പണ്ടേ സുബോധമില്ലല്ലോ, അതങ്ങ് ഉപയോഗിച്ചേക്കാം. എന്തായാലും നല്ല പതുക്കെ കുക്കുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്ക്.
എന്തെങ്കിലും നോക്കുന്നേ? ഈ മമ്മിക്ക് ഒരു കളർ സെൻസില്ല. ഞാനാണെങ്കിലോ വൈറ്റ് എടുത്തിട്ട് ഏജലായി നിൽക്കുമ്പോ ബ്ലാക്ക് എടുത്തിട്ട് ഡെവിലായിട്ട് നിൽക്കുക മമ്മി. പക്ഷെ കണ്ടോ, ഞാനും ജിയാന്റെ ചങ്സാ, ഞങ്ങൾ വൈറ്റ് കളേഴ്സാ. രണ്ട് ഏഞ്ചൽസാ ഞങ്ങൾ. മമ്മി ആണെങ്കിൽ ഒരു ഡെവിലും. ഇനി മിസ്റ്റർ ശങ്കറും കൂടെ ഡെവിലായിട്ട് വരുമോ? കെട്ടുന്നതിന് മുമ്പ് അമ്മയെ വളക്കാനുള്ള സ്വഭാവമൊക്കെ തുടങ്ങിയല്ലേ? കെട്ടുന്നതിന് മുമ്പ് അമ്മായിമ്മയെ കയ്യിലെടുത്ത് വളയ്ക്കാനുള്ള പരിപാടിയൊക്കെ അതുള്ളിൽ വെച്ചേക്ക് ജിനി. എന്റെ പൊന്നു നാത്തൂനെ, ഇവളെ സൂക്ഷിച്ചേക്കണം, എപ്പോ വേണമെങ്കിലും കയ്യിലെടുക്കും. എന്നിട്ടാണ് ഈ ആവശ്യം കഴിയുമ്പോ കറിവേപ്പില പോലെ നമ്മളേക്ക് വലിച്ചെറിയും. നീ എങ്ങനെ എന്റെ കൊച്ചിനെ കുറിച്ച് മോശം പറഞ്ഞേക്കളെ. ഞാനും എന്റെ കുക്കും പണ്ടേ ചങ്സ അല്ല കുക്കു. അങ്ങ് പറഞ്ഞു കൊടുക്ക ജിനിയാൻറ്റി. അല്ല പിന്നെ മമ്മിക്ക് അസൂയക്കും വിഷമിക്കും കൊച്ചുമ്പിന് മരുന്നില്ല ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചങ്ങ് മേടിച്ച് തരുമായിരുന്നു. അതെ, നാളെ കൂടെ കഴിഞ്ഞ എന്റെ ന്യൂ മമ്മി ആവേണ്ട ആളാ ജിനിയാൻറ്റി. അങ്ങനെയുള്ളപ്പോ ഈ മമ്മി അല്ലെങ്കിലും അതൊരു കണക്കിന് ശരിയാണല്ലോ. ആദ്യമൊരു കഷ്ടപ്പെട്ട് അമ്മമാര് പെൺമക്കളെ വളർത്തും. എനിക്ക് എന്ത് കുറ്റമുണ്ടെങ്കിലും പറയും, അമ്മമാര് വളർത്തിയ കുറ്റാണ്. നിന്റെ ജിനിയാൻറ്റിക്ക് പെൺമക്കൾ 2 എണ്ണോ, എനിക്കാണെങ്കിൽ നീ മാത്രമേ ഉള്ളൂ. കെട്ടിച്ചോട്ട് കഴിയുമ്പോ നീ നിന്റെ കാലം മുങ്ങി പോയാ പിന്നെ ഞാനും നിന്റെ പപ്പയും ആരുടെ എണ്ണീനാക്കും? ഇതിനിടയ്ക്ക് ഇമോഷണൽ ഡാമേജ് വരെ. സത്യം പറ, നിങ്ങൾക്ക് വീട്ടുജോലിയെല്ലാം വേലക്കാരിയെ പൈസ കൊടുത്ത് നിർത്താൻ വയ്യാത്തതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ കുത്തു പറയുന്നേ? അതെ, നിങ്ങൾ മൈലുകളെ കുറിച്ച് ഒന്ന് പണിയെടുത്തരാം. സ്വതന്ത്രം അനുഭവിക്കാനും സമ്മതിക്കില്ലല്ലേ? അത് ഞാൻ കിലോമീറ്റർ അപ്പുറത്തൊന്നുമല്ലല്ലോ. ആ ജനാലയിൽ നിന്ന് നോക്കി ഈ ജനാല കാണുമല്ലോ. പിന്നെ എന്തിനാ മമ്മി ഇങ്ങനെ ഇമോഷണൽ ഡാമേജ് അടിക്കുന്നത്? ഒന്ന് കത്തേ ഞാൻ അങ്ങോട്ട് ഓടി വരില്ലേ? അതുകൊണ്ട് ഞാൻ കത്തേനും വരണം കേട്ടാ. നാളെ കെട്ടി നടക്കുന്ന കൊച്ച ഇപ്പം കൊച്ചു പിള്ളേരെ പോലെ കൊഞ്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഒരു അമ്മയാവണ്ട നമുക്ക് ഇത്രയും മെച്യൂരിറ്റി ഉള്ളതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുക്കു. മതി അമ്മയും മോളും സംസാരിച്ചു തുടങ്ങിയ പിന്നെ വഴക്കിലെ അവസാനിക്കത്തുള്ളൂ. എനിക്കും ഉണ്ട് 2 എണ്ണം. മിണ്ടാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ഗതികേടാ. ഒന്ന് ഫോണിൽ നോണ്ടിക്കൊണ്ടിരിക്കും, അടുത്ത ഫോണിൽ തന്നെയാ. രണ്ടിന്റെ ജീവിതം അങ്ങനെ. ഇതാണെങ്കിലോ സംസാരിച്ച് തല്ലുണ്ടാക്കുക. 2 പെൺമക്കളെ പോകുമ്പോ കിട്ടുന്ന 2 മരുമക്കളും സംസാരത്തിന്റെ ഉസ്താദുകളാണല്ലോ. എനിക്കിനി മിണ്ടിയും പറഞ്ഞിരിക്കാലോ. ഇനി നമുക്ക് കെട്ടുകഴിഞ്ഞ് മിണ്ടിയും പറഞ്ഞിരിക്കാം. അതെ, ഇവിടെ 5 പേരുടെ വിവാഹം നിശ്ചയം നടക്കുന്നുണ്ട്. അതിൽ 3ാമത്തേതാണ് കുക്കും നിന്റെയും ഇവാന്റെയും കാര്യം. ആദ്യം മയുക്കും ഇദ്വൈതുമാണ് കയറുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഹന്നയും അതായത് യോഞ്ചിയും ജിമിനും കയറും. അത് കഴിഞ്ഞാൽ നീയും ഇവാനും കയറണം. മനസ്സിലായല്ലോ? എനിക്കൊരു സംശയം. അതെ, ഇവാനത്തിന്റെ കയ്യിലുള്ള കീഴില്ലേ, നമ്മുടെ ടീ ഗോഡൗണാണോ അതോ റൈസ് ഗോഡൗണിന്റെ ആണോ? കറക്റ്റായിട്ട് അത് എവിടെയാ വരിക? എന്റെ പൊന്നു കുക്കു, നിനക്ക് ഇപ്പൊ തന്നെ ഞങ്ങൾ വീടും സ്വത്തും ഒക്കെ തിരിച്ചെഴുതി തരണോ? കെട്ടുന്നതിന് മുമ്പ് പെണ്ണിന് സ്വത്തിന്റെ കണക്ക് അറിയേണ്ടത്. എന്റെ നാത്തൂനെ, നീ ഇങ്ങനെ അവളെ കുറിച്ച് അനാവശ്യമൊന്നും പറയല്ലേ. അവൾ അതൊന്നുമല്ല ആലോചിച്ചു, അവളെ സ്ഥലമല്ലേ ചോദിച്ചു. ഇവരുടെ കോളേജിലെ ഗ്യാങ്ങിലെ പിള്ളേരെ ഹൊറർ ഫിലിം ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയായിരിക്കും എന്തായാലും കുക്കു. അതെ, ടീ ഫാക്ടറിയും റൈസ് ഫാക്ടറിയും ഒന്നുമല്ല, നമ്മൾ പണ്ട് വൈനൊക്കെ എടുത്തു വെക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ കീയാ ഇപ്പം അവൻ ജൂണേട്ടനെ മേടിച്ചത്. നീ ഒരു 6-7 മണിയാകുമ്പോൾ വൈകിട്ട് വാ, ഞാനേ അതിൻ്റെ സ്പെയർ കീ എടുത്ത് വെക്കാം. എനിക്കിത് എന്നാത്തിൻ്റെ കേടാ, എന്നോട് എപ്പോഴും ഇങ്ങനെ കടിച്ചു കയറാം. എന്തായാലും സിനിമയ്ക്ക് വിവരം ഉണ്ടല്ലോ, കണ്ടുപിടിച്ചല്ലോ ഹൊറർ ഫിലിമിനാണെന്ന്. എന്തായാലും ഞാൻ വരാൻ സിനിമ. എനിക്ക് എൻ്റെ കീ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോയി നോക്കാനാ. അപ്പോൾ അതിനകത്തായിരിക്കും ജോ ഉണ്ടാവുക. ഇനി ആ വൈനുണ്ടാക്കുന്ന കിണറിലെങ്ങാനും അവനെ മുക്കി കൊല്ലു കഴിഞ്ഞൊരു പോയേ പറ്റൂ. സൂക്ഷിച്ച് എന്തെങ്കിലും പറ്റിയോ? എന്റെ പൊന്നിയേട്ട, ഏട്ടൻ എന്തുവാ ഈ കാണിക്കുന്നത്? ചുറ്റും ആൾക്കാരുണ്ട് കേട്ടോ. എന്റെ പൊന്നിയേട്ട, ഏട്ടൻ ഇപ്പം കൊക്കുവിനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതന്നെ നാട്ടുകാരെ വിചാരിക്കും ഏട്ടൻ കെട്ടാനായിട്ട് മുട്ടി നിൽക്കുന്നു. കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ വേണേ പിടിക്കാലോ. ഒന്ന് മാറിക്കേ. അത് നിച്ചു വീഴാൻ പോയതാ. കൊക്കു ഇവളോ?
Hello, nice to meet you. Himashankar, I mean Cuckoo.